ഇറാം സിദ്ദിഖ് അഹമ്മദ് എന്ന് പറയുന്നത് കാരുണ്യ സ്വരൂപനായ ഒരു മനുഷ്യനാണെന്നാണ് ചില ഒന്ന് രണ്ട് ആളുകളൊക്കെ പറയുന്നത്. നമ്മളെ വിളിച്ചും ചോദിച്ചിട്ടുണ്ട്, ഇത്രയും കാരുണ്യവാനായ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തട്ടിപ്പിന് ഇരയായിട്ടുള്ള മുഴുവൻ ആളുകളെയും കോർഡിനേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്ന എല്ലാവരുടെയും സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇയാളുടെ ഗുരുനാഥന്മാരിപ്പം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ആദ്യം സിദ്ദിഖ് അഹമ്മദ് ആരാണെന്ന് അന്വേഷിച്ച് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയും. ലോക ഫ്രോഡാണ് അയാൾ. ഏറ്റവും അടിയന്തരമായിട്ട് ഇവിടുത്തെ വിഷയങ്ങളും തീർത്തു കഴിഞ്ഞാൽ കേരളത്തിലെങ്കിലും ഉള്ള ശത്രുതകളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് മനുഷ്യരുടെ കണ്ണീര് നമ്മുടെ ഒരു രൂപ ഉണ്ടാവാൻ പാടില്ല. പിന്നീട് ഈ കണ്ണുനീർ ഇത്രയും ഇവിടെ വീഴുമ്പോഴും ഇയാൾ ഇങ്ങനെ ഒരു മാന്യനാണെന്നും ഇയാൾ കരുണാമയനാണെന്നൊക്കെ പറയുന്ന ആളുകളുടെ ഒരവസ്ഥ വല്ലാത്തത് തന്നെ. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഇറാം സിദ്ദിഖ് അഹമ്മദിനെ കുറിച്ച് നമ്മൾ 2-3 വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാം സിദ്ദിഖ് അഹമ്മദ് എന്ന് പറയുന്നത് കാരുണ്യ സ്വരൂപനായ ഒരു മനുഷ്യനാണെന്നാണ് ചില ഒന്ന് രണ്ട് ആളുകളൊക്കെ പറയുന്നത്. നമ്മളെ വിളിച്ചും ചോദിച്ചിട്ടുണ്ട്, ഇത്രയും കാരുണ്യവാനായ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ പറ്റിയോ എന്നറിയാൻ വേണ്ടി വീണ്ടും ഫാക്ട് ചെക്ക് നടത്തുന്ന സമയത്ത് കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇയാളുടെ ഒരു സ്ഥിരം പരിപാടി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കമ്പനികളിൽ പോയി ഇദ്ദേഹം പാർട്ട്ണറായിട്ട് ചേരുന്നു. പാർട്ട്ണറായി ചേർന്നതിന് ശേഷം ഈ കമ്പനിയെ, അവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ സ്വാധീനിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ കമ്പനിയെ നഷ്ടത്തിലേക്ക് കൊണ്ടുചാടിക്കും. നഷ്ടത്തിലേക്ക് കൊണ്ടുചാടിച്ച് ഉടനെ തന്നെ ഇയാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ആ കമ്പനിയിൽ നിന്നും പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയതിനു ശേഷം ഇയാളുടെ ഏതെങ്കിലും ഒരു ബിനാമിയെ തന്നെ വീണ്ടും ഈ കമ്പനിയുടെ നിയന്ത്രണം ഏൽപ്പിക്കും. നിയന്ത്രണം ഏൽപ്പിച്ചതിന് ശേഷം എന്താ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഒറിജിനൽ ഓണർമാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചവിട്ടി പുറത്താക്കും. എന്നിട്ട് അവരുടെ ഈ ഷെയർ വളരെ നിസ്സാര വിലയ്ക്ക് ഇങ്ങോട്ട് എഴുതി മേടിച്ചിട്ട് പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനിയുടെ അസറ്റ് മുഴുവൻ ഇയാൾ സ്വന്തമാക്കും. എന്നിട്ട് വീണ്ടും ഇയാളോ ഇയാളുടെ വിശ്വസ്തനായിട്ടുള്ള ആളോ വീണ്ടും ഈ കമ്പനിയുടെ തലപ്പത്തേക്ക് വേറൊരു പേരിൽ എത്തുന്നു. അതായത് കമ്പനി സെയിം ആയിരിക്കും, കമ്പനിയുടെ സ്ട്രക്ചർ സെയിം ആയിരിക്കും. ഇതേ രീതിയിൽ തട്ടിയെടുത്തിരിക്കുന്ന കമ്പനികൾ ഒരുപാടാണെന്നേ. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ പരിചയപ്പെടാൻ സാധിച്ചത് അഡ്വക്കേറ്റ് അക്ബറാണ്. അക്ബർ പറയുന്നത്, അക്ബറിന്റെ സൗദിയിലുള്ള കമ്പനി സമാനമായ രീതിയിൽ തന്നെയാണ് തട്ടിയെടുത്തേക്കുന്നത്. ഇറാം സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എങ്ങനെ തട്ടിയെടുത്തോ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കമ്പനി തട്ടിയെടുത്തിട്ടുള്ളത്. നേരിട്ട് സിദ്ദിഖ് അഹമ്മദിന് ഇതിനകത്ത് പങ്കില്ല. പക്ഷേ ഈ അഡ്വക്കേറ്റ് അക്ബർ പോയിരുന്ന് സംസാരിച്ചിരിക്കുന്നത് ഈ പറയുന്ന സിദ്ദിഖ് അഹമ്മദുമായിട്ടാണ്. ഈ സിദ്ദിഖ് അഹമ്മദിനെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ അക്ബർ അവിടെ കൊണ്ടുപോയി ഏകദേശം 3 കോടിയോ 4 കോടിയോ അതിന്റെ രേഖകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം അസറ്റ് കൊണ്ടിട്ടുണ്ട്. അയാൾ അതിനുശേഷം ഇപ്പൊ ജീവിക്കാൻ മാർഗ്ഗമില്ലാണ്ട് റോഡിൽ കൂടെ നടക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു ചീറ്റിംഗ് ആണെന്നേ ഇത്. കാരണം അവരൊക്കെ പരമ്പരാഗതമായിട്ട് സ്വത്തുക്കളുള്ള ആളാണ് ഈ അഡ്വക്കേറ്റ് അക്ബർ എന്ന് പറയുന്നത്. സിദ്ദിഖ് അഹമ്മദിനെ പോലുള്ള ഒരാൾ ആരെങ്കിലും വിശ്വസിക്കാതിരിക്കുമോ? എല്ലാവരും വിശ്വസിച്ചു പോകും. പക്ഷെ ഈ ഒരു കേസിൽ ഇതെങ്ങനെ തട്ടിപ്പ് നടത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിദ്ദിഖ് അഹമ്മദിനെ കുറിച്ച് ഇനി എന്താണ് നമ്മൾ ഈ പൊതുസമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാറുള്ളത്? അല്ല, പൊതുസമൂഹത്തെ പറഞ്ഞ എല്ലാവരും ബോധവൽക്കരിക്കൊന്നും നമ്മുടെ പരിപാടിയൊന്നുമല്ല. കാരണം അയാൾക്ക് വേണ്ടിയിട്ട് എഴുതുന്നതെന്നുള്ള അയാളുടെ സ്റ്റാഫിന് മൊത്തം അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്നത്രയും ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്, അയാളുടെ നാട്ടിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തതുപോലെ അവിടെ ഒരു ക്യാമ്പയിൻ നടത്താനുള്ള ഏർപ്പാടുകളും ബാക്കിയുള്ളതുമായിട്ട് തന്നെ പോകും. കാരണം ഇതൊരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മാധ്യമ സ്ഥാപനങ്ങൾ ന്യൂസ് അവതരിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പോകുന്നില്ല. പക്ഷേ ഈ വിഷയം നമ്മൾ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഭാഗമായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ച സ്ഥിതി, എനിക്ക് തട്ടിപ്പിന് ഇരയായിട്ടുള്ള മുഴുവൻ ആളുകളെയും കോർഡിനേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്ന എല്ലാവരുടെയും സാമ്പത്തിക അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. ഫോർ എക്സാമ്പിൾ, എ തട്ടിപ്പിനരിയായി, ഒ തട്ടിപ്പിനരിയായി, എഫ് തട്ടിപ്പിനരിയായി, സെഡ് തട്ടിപ്പിനരിയായി. പക്ഷെ ഇവർക്ക് പരസ്പരം അറിയില്ല. പക്ഷെ നമ്മൾ ഈ സാധനം ഏറെ ചെയ്തപ്പോൾ ഇവരെ പരസ്പരം നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചിരുത്താനും ഇവരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വലിയ മൂവ്മെന്റിലേക്ക് പോകാനും പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അവസ്ഥയിൽ സിദ്ദിഖ് അഹമ്മദ് മാന്യമായ രീതിയിൽ, ഏറ്റവും വലിയ കമ്പനികളുടെ ഒന്നും നമ്മൾ പറയുന്നില്ല, നമ്മൾ പറയുന്നത് മാന്യമായ രീതിയിൽ അയാൾക്കുള്ളതിൻ്റെ 1000-ലൊരു അംശം പൈസ എടുത്തിട്ട് ചെലവഴിച്ച് തീർക്കാവുന്ന വിഷയങ്ങൾ അയാളുടെ മുമ്പിൽ നിൽക്കെ അതിന് തയ്യാറാവാതിരുന്നു കഴിഞ്ഞാൽ വൻകിടക്കാരൻ മുഴുവൻ. അക്ബർ വക്കീലിന്റെ കേസ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കൊടുത്തിട്ടുള്ള വാർത്തയുണ്ട്. ഇറാം സിദ്ദിഖ് അഹമ്മദിനെതിരെ വഞ്ചന കേസ് നൽകിയ അഡ്വക്കേറ്റ് അക്ബറിന് ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചു. കാരണം പോലീസ് പ്രൊട്ടക്ഷൻ നമുക്കിപ്പോൾ തൽക്കാലം വേണ്ട, നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യേണ്ടെന്നൊക്കെ അറിയാം. അതിപ്പോൾ അതിനേക്കാളും വലിയവന്മാരുമായിട്ട് മുട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ പ്രൊട്ടക്ഷൻ ഒരു ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലും മേടിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇയാൾക്ക് വേണ്ടിയിട്ട് കമൻ്റ് ഇടുന്നതെന്ന് പറയുന്നത് ഇയാളുടെ ചില പെട്ടു തൂങ്ങികളും ഇയാൾ പറഞ്ഞു നിർത്തിയേക്കുന്നൊക്കെ. അതായത് ഇയാളുടെ ഗുരുനാഥന്മാരിപ്പോൾ ഷാഫി പറമ്പിലും
രാഹുൽ മാങ്കൂട്ടത്തിലോ എങ്ങനെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക? ഇനിയിപ്പോൾ ഇയാൾ AI സംവിധാനം ഉപയോഗിക്കുന്നുണ്ടോ, ഇയാൾ പൈസ കൊടുത്ത ആളെ നിർത്തിയിട്ടുണ്ടോ കമ്പനിയിലാണെന്നുള്ള പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അതിനൊന്നും വലിയ മുടക്കൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ 20,000 രൂപ 15,000 രൂപ കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരാളെ ഈ കമ്പനിയിടാൻ വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ലോ. കോപ്പി പേസ്റ്റ് ചെയ്താൽ പോരെ, ഒരെണ്ണം ടൈപ്പ് ചെയ്താൽ പോരെ. അവർ പിന്നെ ഒരുത്തിന് കൊടുത്തേക്കുന്ന മറുപടിയാണ്, ഷമീം എസ് എന്ന് പറയുന്ന ആൾ ഇയാൾ നന്മമരമാണെന്ന് പറഞ്ഞ് കമന്റിട്ടപ്പോൾ ആദ്യം സിദ്ദിഖ് അഹമ്മദ് ആരാണെന്ന് അന്വേഷിച്ച് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയും. ലോക ഫ്രോഡാണ് അയാൾ. നിങ്ങളിൽ നിന്നൊരു കമ്പനി വാങ്ങി പൈസ തരാതെ വഞ്ചിച്ചാൽ നിങ്ങൾ അയാളെ പൂജിച്ചുകൊണ്ട് നടക്കുമോ? ഞങ്ങളിൽ നിന്ന് 2.5 കോടിയുടെ ഫാക്ടറി വാങ്ങി സൗദി കോടതിയുടെ വിധി ഉണ്ടായിട്ട് കൂടി സൗദിയിലെ പൈസ തരാതെ വർഷങ്ങളായിട്ട് മുങ്ങി നടക്കുന്ന അസൽ ഫ്രോഡാണ് ഇയാൾ. തെളിവ് വേണോ? സ്ഥലം ചെയ്യണം ലേഡി. അങ്ങനെ ഒരു സംഭവമില്ലെങ്കിൽ അയാൾ ഞങ്ങളുടെ നേരെ വന്ന് പറയട്ടെ തെളിവുകളുമായിട്ട്. ഞങ്ങളെപ്പോലെ ഒരുപാട് പേർ വഞ്ചിതരായിട്ടുണ്ടെന്ന് അറിയുമ്പോഴാണ് ഇയാളുടെ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ദമാം ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ കിങ്ഡം സ്കാഫോൾഡിംഗ് എന്ന കമ്പനി ഇയാളും സത്താം എന്നൊരു അറബിയും കൂടെ വാങ്ങി ഹൈഡ്രോഫിറ്റ് അറേബ്യ എന്ന് പേര് മാറ്റി. അതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് മാറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ. കാരണം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിച്ച് കമ്പനികൾ ആരംഭിക്കും. ആരംഭിച്ചതിന് ശേഷം ഈ കമ്പനി എങ്ങനെ നഷ്ടത്തിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഥകൾ പറഞ്ഞ് കമ്പനി നഷ്ടത്തിലാക്കും. എന്നിട്ട് ഇയാൾ ആദ്യം നഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് അങ്ങോട്ട് പോകും. എന്റെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ട് പൊക്കോട്ടെ, ഞാനത് അങ്ങോട്ട് സഹിച്ചു, എനിക്കിനി ഇതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകും. പക്ഷേ ആ ഇറങ്ങി പോകുന്ന സമയത്ത് തന്നെ ഇയാളുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളെ ആ കമ്പനിക്കകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. അയാളെ ഉപയോഗിച്ച് ഈ ഒറിജിനൽ ഓണർമാരെ, ഒറിജിനൽ നിക്ഷേപകരെ ചവിട്ടി പുറത്താക്കിക്കും. പിന്നെ വീണ്ടും ഇയാളുടെ വിശ്വസ്തനായ ഇയാൾ തന്നെ, അതായത് മുഖ്യ നിക്ഷേപകനായ ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡറായ ഇയാൾ തന്നെ വിട്ടുപോകുമ്പോൾ ബാക്കിയുള്ളവർ ഇത് നഷ്ടത്തിലായി പോയത് പോട്ടെ നിങ്ങണ്ടെങ്കിൽ വിട്ടുപോകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഫണ്ട് ഡൈവേർട്ട് ചെയ്തിട്ടാണ് ഇത് ലോസിലേക്ക് ആക്കുന്നത്. ലോസ് കണക്കിലെ കളിയാണ് ഈ ലോസ് മുഴുവൻ. അപ്പോൾ ലോസിലാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യുന്നു വിട്ടുപോകുമ്പോൾ ഇയാൾ തിരിച്ച് റീ എൻട്രി ചെയ്യുന്നു. അപ്പോൾ എന്നാൽ ഇവരുടെ പോസ്റ്റ് പിന്നെ വീണ്ടും ബാക്കി കൂടി വായിക്കാം. പേര് അങ്ങനെ കമ്പനിയുടെ പേര് മാറ്റി. ഞങ്ങൾക്ക് 2.5 കോടി വർഷങ്ങൾക്ക് മുമ്പേ തരാനുള്ളതാണ്. അതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര വരുമെന്നറിയാം. സൗദി കോടതിയുടെ വിധി ഉണ്ടായിട്ട് കൂടി ഈ ഫ്രോഡ് ഇതുവരെ ക്യാഷ് തന്നിട്ടില്ല. ചോദിക്കുമ്പോൾ അയാളുടെ മാനേജർ റസാഖിനോട് സംസാരിക്കൂ എന്ന് പറഞ്ഞ് മുങ്ങിയടക്കുകയാണ് ഈ മഹാൻ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കളവുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ തെളിവുകളുമായി വരാം, നിങ്ങളും വരും. ഇതിനപ്പുറം ഒരു ലേഡിയാണ് സിദ്ദിഖ് അമ്മേനെ വിളിക്കുന്നത്. എന്തോ നാണോ മാനോ ഇല്ലാത്ത അവൻ വരുമോ? വരത്തില്ല. അവന് വർത്തമാനം പറയാൻ അറിയത്തില്ല. അപ്പം ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനിക്കാർ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പാപ്പർ ഇറച്ചി കൊടുക്കുക എന്ന് പറയും. സംഭവം നല്ല ലാഭത്തിലും നല്ല പൈസയൊക്കെ അത്യാവശ്യമൊക്കെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നടത്തി നന്നാക്കി ഉണ്ടാക്കി കഴിയുമ്പം ഇവർ ഈ പൈസ എന്ത് ചെയ്യും? ഡൈവേർട്ട് ചെയ്യും. അത് വേറെ ഏതെങ്കിലും എക്സ്പെൻഡിച്ചറിൽ കാണിച്ചിട്ട് ഈ പൈസ വേറെ ആരുടെയെങ്കിലും പേരിൽ, അയാൾ പോലും അറിയത്തില്ല, അയാളുടെ പേരിൽ ഇപ്പോഴാണ് പിന്നെയും കുറച്ചുകൂടെ നമ്മളെ ഈ രജിസ്റ്റർ സിസ്റ്റമൊക്കെ കുറച്ചുകൂടെ റിജിഡാക്കിയത്. ഫ്ലെക്സിബിൾ ആയിരുന്ന കാലത്ത് സിബി അറിയാവുന്ന സിബിയുടെ പേരിൽ ഞാൻ പ്രോപ്പർട്ടി മേടിച്ചത്. ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുടെ പേരിൽ, ബന്ധപ്പെട്ട ആളുകളുടെ പേരിൽ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇയാളുടെ ചെമ്മാടെ സ്ഥലം മേടിച്ചിട്ടേക്കുന്ന ആദ്യം 10 കോടി കൊടുത്ത് ബാക്കി 3 കോടി ഇയാളുടെ അമ്മയപ്പം കൊടുത്തിട്ട് അതിന്റെ ഫെയർ വാല്യൂ കുറച്ച് കാണിച്ച കേസൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യമുള്ള, ഇയാളൊരു അടിമുടി തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെയുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കെ തന്നെ ഇയാളുടെ ഡോക്ടറേറ്റും കൂടെ പരിശോധിക്കണമേ. അല്ലെ, ഉടായ്പിനും തട്ടിപ്പിനും ഡോക്ടറേറ്റ് കൊടുക്കുന്നത് ഹോണററി ഡോക്ടറേറ്റ് ആണ്. മറ്റേ PhD എടുത്തിട്ട് ചെയ്തേക്കുന്നല്ല. അല്ല, അതേ പറഞ്ഞ ഹോണററി ഡോക്ടറേറ്റ് പലതിനും കൊടുക്കും. സംഗീതത്തിനും കൊടുക്കും, സാഹിത്യത്തിനും കൊടുക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കും, സാമൂഹിക സംഭാവനയ്ക്ക് കൊടുക്കും, എല്ലാത്തിനും കൊടുക്കും, ചാരിറ്റിക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഉടായ്പും തട്ടിപ്പും ഒക്കെ അതിന്റെ പട്ടികയിൽപ്പെടുത്തിയോ എന്നുള്ള സംശയം. അങ്ങനെയുള്ള ഈ കൊടുത്ത യൂണിവേഴ്സിറ്റികളും ഉടായ്പിന്റെ അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള രസകരമായിട്ടുള്ള സംഭവം. അതിൽ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ യൂണിവേഴ്സിറ്റിയേ ഇല്ല. അത് തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ US പോയിട്ട് ഒരു ഡോക്ടറേറ്റ് ഒപ്പിച്ചായിരുന്നു. അതാണ് കിങ്സ്. മറ്റേത് ഇവിടുത്തെ മധുര ബൈബിൾ കോളേജിന്റെ. ഇപ്പം പാപ്പർ അടച്ച് കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള ടെക്നിക്ക് ഇതാണ്. പാപ്പർ അടച്ച് കൊടുത്തു കഴിഞ്ഞാൽ സപ്ലയേഴ്സിന്റെ പൈസ പിന്നെ കൊടുക്കണ്ട, ജോലിക്കാരെ സാലറി പെൻഡിങ് ഉണ്ടെങ്കിൽ കൊടുക്കണ്ട, ബിൽഡിങ്ങിന്റെ റെന്റ് വാടക ഉണ്ടെങ്കിൽ കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഇങ്ങനെ ചെയ്തിട്ടുള്ള പല ആളുകളെ നമുക്കറിയാലോ. ഇതൊരു കാലഘട്ടത്തിൽ കേരളത്തിൽ വ്യാപകമായിട്ട് നടന്നിരുന്ന സംഭവമാണ്. എവിടെ നിയമപരമായിട്ട് ഇയാൾ ഇങ്ങനെ രക്ഷപ്പെട്ടാലും ഈ മുസ്ലിം നിയമപ്രകാരം എന്തെങ്കിലുമൊക്കെ കടങ്ങൾ തീർക്കാനുണ്ടെങ്കിൽ ആ കടങ്ങൾ തീർത്തതിന് ശേഷം മാത്രമേ പരലോകത്തേക്ക് ചെല്ലാൻ പാടുള്ളൂ. ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ പോലും പരസ്പരം പൊരുത്തപ്പെടണം. ആർക്കെങ്കിലും എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ അത് വീട്ടണം. ആരോടെങ്കിലും എന്തെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അത് പരിഹരിക്കണം, പോയിട്ട് മാപ്പ് പറയണം. അങ്ങനെ വേണം ഹജ്ജിന് പോകാൻ. ഇത് വിശ്വാസി സംഭവം കൂടെ തിരിച്ചറിയണം. അയാളുടെ മഹല് കമ്മിറ്റി തിരിച്ചറിയണം. അല്ലാതെ ഇയാൾ പൈസ അല്പം മഹല് കമ്മിറ്റിക്കും വാരി കോരി കൊടുക്കും, പള്ളി പുതുക്കി പണിയാൻ കൊടുക്കും. ഇമാതിരി വൃത്തികെട്ടവൻ്റെ ഒന്നും പൈസ വേണ്ട എന്നുള്ളത് തീരുമാനിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കണം, എല്ലാവരും തീരുമാനിക്കണം. ഇയാളെ പോലുള്ളവരെ ഐസൊലേറ്റ് ചെയ്യുകയും പിന്നെ തുറന്നു കാണിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം
മത സാമൂഹിക സംഘടന, പ്രത്യേകിച്ച് ഇദ്ദേഹം ഉൾപ്പെടുന്ന മതത്തിലെ വിഭാഗങ്ങൾക്ക്, ആ മഹല്ല് കമ്മിറ്റിക്ക്, അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ ഉൾപ്പെടുന്ന മഹല്ല് കമ്മിറ്റിക്ക്. കാരണം ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞ പോലെ അമ്മായിയപ്പൻ ചേർന്ന വരുമാനം കിട്ടിയിരിക്കുന്നത്. പക്ഷെ അമ്മായിയപ്പൻ കുറച്ചുകൂടെ ബുദ്ധിമാനാണ്. അഥവാ ഇവൻ കുടുങ്ങിയാലും എൻ്റെ മോള് കുടുങ്ങരുത് എന്ന് കണക്കൂട്ടിയിട്ട് ഇയാളുടെ പൈസയിലകത്ത് തന്നെ അയാൾ കയറിയിട്ട് വേറെ ഡൈവേർട്ട് ചെയ്തു. അപ്പം നാളെ ഇനിയിപ്പോൾ ഇവൻ വല്ല കേസിലും അകത്ത് പോയി കഴിഞ്ഞാലും സമുദ്രക്ക പോലും തിരിഞ്ഞു നോക്കത്തില്ല, അവിടെ കടന്നോട്ടെ എന്ന് എഴുതും. മോളെ വേണമെങ്കിൽ വേറെ എങ്കിലും ആളെ കൊണ്ട് കിട്ടി. അല്ല, മിക്കവാറും ഇതിന്റെ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കമ്പനിക്കാരുടെ ഒക്കെ ആയില്ലെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ കമ്പനിക്കാരുടെ ഒക്കെ പേയ്മെന്റിന്റെ മേൽ കൃത്യമായി അവരിപ്പോ നിയമ നടപടിയിലേക്ക് കൂടെ കടന്നിട്ടുണ്ട്. ഇയാള് ഗുണ്ടകളെ വെച്ച് ആക്രമിക്കുമെന്ന് അറിയത്തില്ലല്ലോ ഈ പരാതിക്കാരെയൊക്കെ. അതുകൊണ്ട് അല്ല, ഗുണ്ടകളെ വെച്ച് ആക്രമിക്കാൻ പറ്റുന്നത് ഇവിടെ ഈ ഇട്ടാപണ്ടത്തിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ള വിഷയങ്ങളാണല്ലോ. ഇപ്പൊ നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വൻകിട കോർപ്പറേറ്റ് കമ്പനികളും ബാക്കിയുള്ള ഇന്ത്യയിൽ അറിയപ്പെടുന്ന കമ്പനികളെ ഇയാൾ എന്ത് ചെയ്യാൻ ഇയാൾക്ക് അടുക്കാൻ പറ്റുമോ? സ്വന്തമായിട്ട് ബുള്ളറ്റ് പ്രൂഫ് കാർ ഉള്ള ആൾക്കാർ വരെ ഉണ്ടല്ലോ ഇതിനകത്ത്. അവരൊക്കെ എന്ന് വെച്ചാൽ പോയ പൈസ കോടികൾ പോട്ടെന്ന് കരുതും, ഫിനിഷ് ചെയ്യും ചിലപ്പോൾ. അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളത് ഏറ്റവും അടിയന്തരമായിട്ട് ഇവിടുത്തെ വിഷയങ്ങളും തീർത്തു കഴിഞ്ഞാൽ കേരളത്തിലെങ്കിലും ഉള്ള ശത്രുതകളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് മനുഷ്യരുടെ കണ്ണീര് നമ്മുടെ ഒരു രൂപ ഉണ്ടാവാൻ പാടില്ല. പിന്നീട് ഈ കണ്ണുനീർ ഇത്രയും ഇവിടെ വീഴുമ്പോഴും ഇയാൾ ഇങ്ങനെ ഒരു മാന്യനാണെന്നും ഇയാൾ കരുണാമയനാണെന്നൊക്കെ പറയുന്ന ആളുകളുടെ ഒരു അവസ്ഥ വല്ലാത്തതാണ്. കൂലിക്ക് നിർത്തിയേക്കുന്ന ആൾക്കാരല്ലേ സിബി, കൂലിക്ക് നിർത്തിയ ആൾക്കാർ അങ്ങനെയൊക്കെ പറയത്തില്ലേ? അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. അങ്ങനെയുള്ള എങ്ങനെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും തിരിച്ചു വരാം ഈ വിഷയത്തിൽ. കാരണം ഡോക്ടറേറ്റ് ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ മകന്റെ ഒരു കമ്പനി ഉണ്ട്. ആ മകന്റെ കമ്പനി ഇപ്പൊ തട്ടിയെടുത്തിരിക്കുന്നതായിട്ടാണ് റിസാന മുഹമ്മദ്. അത് പിന്നെ നമ്മുടെ നാട്ടിൽ പിന്നെ ചൊല്ലുണ്ട്, കുമ്പളം കുത്തിയാൽ മത്തം ഉണ്ടാവത്തില്ലെന്ന്. വിത്ത് കുമ്പളത്തിൻ്റെയാ, അതിനകത്ത് മത്തങ്ങ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഉണ്ടാവത്തില്ല, കുമ്പളങ്ങ തന്നെ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. എന്തായിരുന്നാലും നമുക്കിതിൻ്റെ വരും എപ്പിസോഡുകളിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താം അല്ലേ? തീർച്ചയായിട്ടും.